ഹലോ ഫ്രണ്ട്സ്, ജെസ്സി മെക്കമിന്റെ യു നീഡ് എ ബഡ്ജറ്റ് എന്ന പുസ്തകത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ഒരു കാര്യമുണ്ട്. വിവാഹത്തിന് മുൻപോ ശേഷമോ പ്രണയത്തെക്കുറിച്ചും ഭാവി സ്വപ്നങ്ങളെക്കുറിച്ചുമെല്ലാം ദമ്പതികൾ മണിക്കൂറുകളോളം സംസാരിക്കും. എന്നാൽ നിന്റെ മാസവരുമാനം എത്രയാണ്? നിനക്ക് എന്തെങ്കിലും പേഴ്സണൽ ലോണോ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികയോ ഉണ്ടോ? മാസത്തിൽ എത്ര രൂപ ചെലവാകും എന്നൊന്നും ചോദിക്കാൻ പലർക്കും മടിയാണ്. പണത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് ബന്ധത്തിലെ സ്നേഹക്കുറവായി പങ്കാളി തെറ്റിദ്ധരിക്കുമോ എന്ന ഭയമാണ് പലർക്കും. എന്നാൽ ഈ മൗനമാണ് പതുക്കെ വലിയൊരു കടക്കെണിയിലേക്കോ തർക്കങ്ങളിലേക്കോ നമ്മളെ എത്തിക്കുന്നത്. സ്വന്തം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും പങ്കാളിയോട് തുറന്നു പറയുന്നത് നാണക്കേടല്ല, മറിച്ച് പരസ്പരമുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ആദ്യ പടിയാണ്. 2 വ്യത്യസ്ത അന്തരീക്ഷത്തിൽ വളർന്നവരാണ് ദമ്പതികൾ. അതുകൊണ്ട് തന്നെ പണത്തോടുള്ള രണ്ടുപേരുടെയും സമീപനവും വ്യത്യസ്തമായിരിക്കും. ഭർത്താവ് വളർന്നത് എല്ലാ കാര്യങ്ങൾക്കും പണം കരുതി വെക്കുന്ന, സമ്പാദ്യത്തിന് മുൻഗണന നൽകുന്ന ഒരു കുടുംബത്തിലായിരിക്കാം. ഭാര്യ വളർന്നത് ജീവിതം ആസ്വദിക്കാനും അന്നന്നത്തെ സന്തോഷങ്ങൾക്ക് പണം ചെലവഴിക്കാനും ഇഷ്ടപ്പെടുന്ന കുടുംബത്തിലായിരിക്കാം. ഇവിടെ രണ്ടുപേരുടെയും ശരികൾ വ്യത്യസ്തമാണ്. പങ്കാളി പണം ചെലവഴിക്കുന്ന രീതിയെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ച സാമ്പത്തിക സാഹചര്യങ്ങളാണ് അവരുടെ ഇന്നത്തെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഈ വേർതിരിവുകൾ തിരിച്ചറിഞ്ഞാൽ പണത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന പകുതി തർക്കങ്ങളും ഒഴിവാക്കാം. ഇത് എന്റെ ശമ്പളം, അത് നിന്റെ ശമ്പളം എന്ന വ്യക്തിഗത ചിന്തയിൽ നിന്ന് ഇത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ളതാണ് എന്ന ചിന്തയിലേക്ക് മാറുക എന്നതാണ് ഷെയർഡ് ബഡ്ജറ്റ് അഥവാ സംയുക്ത ബഡ്ജറ്റിംഗ്. ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ മെച്ചങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്, തർക്കങ്ങൾ ഒഴിവാകുന്നു. പണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് രണ്ടുപേർക്കും വ്യക്തമായ ധാരണയുണ്ടാകും. രണ്ടാമത്, ടീം വർക്ക്. നമ്മൾ രണ്ടുപേരും ഒരു ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നു എന്ന തോന്നൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്നു. മൂന്നാമത്, സുതാര്യത. അനാവശ്യ ഒളിച്ചുകളികളും രഹസ്യ ചെലവഴിക്കലുകളും ഇല്ലാതാകുന്നു. ഇനി നമുക്ക് പ്രായോഗികമായി ഇത് എങ്ങനെ നടപ്പിലാക്കാമെന്ന് നോക്കാം. രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണെങ്കിൽ എല്ലാ പണവും ഒരൊറ്റ അക്കൗണ്ടിലേക്ക് ഇടണം എന്നില്ല. 3 അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ജോയിന്റ് അക്കൗണ്ട്. വീട്ടുവാടക, ഗ്രോസറി, കറണ്ട് ബില്ല്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, EMI തുടങ്ങിയ പൊതുവായ ചെലവുകൾക്കായി രണ്ടുപേരും നിശ്ചിത ശതമാനം തുക ഈ അക്കൗണ്ടിലേക്ക് മാറ്റുക. വ്യക്തിഗത അക്കൗണ്ടുകൾ. രണ്ടുപേർക്കും അവരവരുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്ക്, അതായത് സുഹൃത്തുക്കളുമൊത്തുള്ള യാത്രകൾ, വ്യക്തിഗത ഷോപ്പിംഗ്, സമ്മാനങ്ങൾ തുടങ്ങിയവയ്ക്ക് ചെലവഴിക്കാൻ നിശ്ചിത തുക സ്വന്തം അക്കൗണ്ടിൽ നിലനിർത്താം. ഇത് വ്യക്തി സ്വാതന്ത്ര്യം നൽകും. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ആരോഗ്യ അടിയന്തരാവസ്ഥകൾ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടൽ തുടങ്ങിയ സാഹചര്യങ്ങളെ നേരിടാൻ കുറഞ്ഞത് 3 മുതൽ 6 മാസം വരെയുള്ള വീട്ടുചെലവുകൾക്കുള്ള തുക ഒരു എമർജൻസി ഫണ്ടായി ലിക്വിഡ് ഫണ്ടുകളിലോ ബാങ്ക് ഡെപ്പോസിറ്റിലോ മാറ്റിവെക്കുക. മറ്റൊന്നാണ് ഭാവി ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുക. അതായത് സ്വന്തമായൊരു വീട് വയ്ക്കുക, ചിട്ടി അല്ലെങ്കിൽ നല്ല മ്യൂച്വൽ ഫണ്ട് വഴി നിക്ഷേപം നടത്തുക, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായോ ഭാവിയിലെ യാത്രകൾക്കായോ പണം കരുതി വെക്കുക. ഇവ രണ്ടുപേരും ഒരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. മാസാവസാനം ആരും കാണാതെ കണക്കു പുസ്തകം നോക്കി തല പുകയ്ക്കുന്നതിന് പകരം മാസത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ ദമ്പതികൾ ഒരുമിച്ച് ഇതിനായി മാറ്റിവെക്കുക. 1 കപ്പ് ചായയും കുടിച്ച് ശാന്തമായിരുന്ന് കഴിഞ്ഞ മാസത്തെ ചെലവുകൾ വിലയിരുത്താം. ഈ മാസം നമ്മൾ ബഡ്ജറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എവിടെയാണ് ചെലവാക്കിയത്? അടുത്ത മാസം വരാനിരിക്കുന്ന വലിയ ചെലവുകൾ ഏതൊക്കെയാണ് എന്ന് സൗഹൃദപരമായി സംസാരിക്കാം. ഇത് പരസ്പരം കുറ്റപ്പെടുത്താനുള്ള സമയമല്ല, മറിച്ച് അടുത്ത മാസത്തേക്ക് ഒന്നിച്ച് തയ്യാറെടുക്കാനുള്ള സമയമാണ്. സുഹൃത്തുക്കളെ, സാമ്പത്തിക കാര്യങ്ങളിൽ ദമ്പതികൾ തമ്മിലുള്ള സുതാര്യതയും പരസ്പര ധാരണയുമാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷകരമായ മുന്നോട്ടുപോക്കിന് അടിത്തറ പാകുന്നത്. പണം കൈകാര്യം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് രണ്ടുപേരും ചേർന്ന് നയിക്കുന്ന സുന്ദരമായൊരു യാത്രയാണ്. അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിൽ ഭൂരിഭാഗം പേരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ചാണ്. കടബാധ്യത അഥവാ സാമ്പത്തിക ബാധ്യതകൾ. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിന് മുന്നിലുള്ള
ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ വരുത്തിവെക്കുന്ന കടങ്ങളാണ്. പല ധനകാര്യ വിദഗ്ധരും പറയുന്നത് കടത്തിന്റെ പലിശ നിരക്കിനെ കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥ പ്രശ്നം പലിശ മാത്രമല്ല, കടം നമ്മുടെ കയ്യിലെ പണത്തിന്റെ ഒഴുക്കിനെ തടയുന്നു. അതായത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾക്കോ ഭാവിയിലെ ലക്ഷ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയാതെ പഴയ കടങ്ങൾ അടച്ചു തീർക്കാൻ മാത്രമായി തീർന്നു പോകുന്നു. പക്ഷെ പേടിക്കേണ്ടതില്ല. ഏത് രീതിയിലുള്ള കടബാധ്യതയും ശരിയായ പ്ലാനിങ്ങിലൂടെയും നിശ്ചയദാർഢ്യത്തിലൂടെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യപടി നമ്മുടെ ചിന്താഗതി മാറ്റുക എന്നതാണ്. ഇനി എന്തു വന്നാലും പുതിയൊരു കടം എടുക്കില്ല എന്ന മന്ത്രം മനസ്സിൽ ഉറപ്പിക്കുക. നമ്മുടെ മുന്നിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്താൻ ഈ ചിന്ത നമ്മെ പ്രേരിപ്പിക്കും. ഭവന വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ എന്നിവയുടെ സങ്കീർണതകൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി എടുക്കുന്ന ഉപഭോക്തൃ വായ്പകളും പേഴ്സണൽ ലോണുകളുമാണ് ഏറ്റവും അപകടകാരികൾ. കാരണം ഇവ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചിലവഴിക്കുന്നത്. എല്ലാ കടങ്ങളും ഒരുപോലെയല്ല. ഇതിനെ നമുക്ക് രണ്ടായി തിരിക്കാം: നല്ല കടവും ചീത്ത കടവും. വില കുറഞ്ഞു പോകുന്ന വസ്തുക്കൾ വാങ്ങാൻ കടമെടുക്കുന്നത് തികച്ചും അബദ്ധമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വരുമാനത്തിന് താങ്ങാൻ കഴിയാത്ത ഒരു ലക്ഷറി കാറോ ആഡംബര ഫോണോ EMI വ്യവസ്ഥയിൽ വാങ്ങുന്നത് ചീത്ത കടമാണ്. അതേസമയം ശരിയായ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ എടുക്കുന്ന വായ്പകൾ ഒരു പരിധിവരെ അംഗീകരിക്കാവുന്നതാണ്. എങ്കിലും വീട് വയ്ക്കുമ്പോഴും നമ്മുടെ സാമ്പത്തിക ശേഷി കൃത്യമായി വിലയിരുത്തണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പണം കണ്ടെത്താൻ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും വായ്പകളെ പരമാവധി ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കടബാധ്യതകൾ വേഗത്തിൽ അടച്ചു തീർക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം: കൃത്യമായൊരു ബഡ്ജറ്റ് തയ്യാറാക്കുക എന്നതാണ് അത്. നമ്മുടെ അടിയന്തര ചെലവുകൾ, വീട്ടാവശ്യങ്ങൾ എന്നിവ മാറ്റിവെച്ച ശേഷമായിരിക്കണം കടമടയ്ക്കാനുള്ള പണം കണ്ടെത്തേണ്ടത്. അല്ലാത്ത പക്ഷം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചെറിയൊരു ചെലവ് പോലും നമ്മളെ വീണ്ടും പുതിയൊരു കടത്തിലേക്ക് തള്ളിവിടും. അതിനാൽ ആവശ്യ ചെലവുകളും കടം വീട്ടലും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തണം. ഇത് വെറുമൊരു തിയറി മാത്രമല്ല, നമ്മൾ വിചാരിച്ചാൽ ഇത് പ്രായോഗികമാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം നോക്കാം. കോഴ്സ് കഴിഞ്ഞിറങ്ങിയ മിഥുന് 8 ലക്ഷത്തോളം രൂപയുടെ വിദ്യാഭ്യാസ വായ്പയുടെ തിരിച്ചടവ് ഉണ്ടായിരുന്നു. മിഥുൻ തന്റെ ചെലവുകൾ പരമാവധി ചുരുക്കി അതോടൊപ്പം ജോലിക്ക് ശേഷം വൈകുന്നേരങ്ങളിൽ പാർട്ട് ടൈം ജോലികൾ ചെയ്ത് വരുമാനം വർദ്ധിപ്പിച്ചു. കൃത്യമായ ബഡ്ജറ്റിങ്ങിലൂടെ കുറഞ്ഞ കാലയളവിനുള്ളിൽ മിഥുൻ ആ വായ്പാ തുക മുഴുവനായും അടച്ചു തീർത്തു. ഒരു ഉദാഹരണം കൂടി പറയാം. സാധാരണയായി നമ്മുടെ നാട്ടിൽ കല്യാണത്തിനായി വലിയ തുക കടമെടുക്കാറുണ്ട്. എന്നാൽ സുമേഷും ദിവ്യയും വിവാഹത്തിന് മുൻപ് ഒരു തീരുമാനമെടുത്തു: ആഡംബരങ്ങൾ ഒഴിവാക്കി ലളിതമായി വിവാഹം കഴിക്കുക. ഇതിലൂടെ ഉണ്ടായ സമ്പാദ്യം കൊണ്ട് അവർ തങ്ങളുടെ പഴയ കടങ്ങൾ അടച്ചു തീർത്തു. അങ്ങനെ കടബാധ്യതകൾ ഒന്നുമില്ലാതെ സമാധാനത്തോടെ അവർ തങ്ങളുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു. ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാലോ? മൈക്രോ ഫൈനാൻസിലും കുടുംബശ്രീ വായ്പകളിലുമായി 2 ലക്ഷത്തോളം രൂപയുടെ കടത്തിലായിരുന്നു സുജാത. എന്നാൽ വീട്ടിൽ ചെറിയ രീതിയിൽ കാറ്ററിംഗ് ബിസിനസ്സും ഹോംമെയ്ഡ് ലഘുഭക്ഷണങ്ങളും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ വരുമാനം ലഭിച്ചു. കൃത്യമായ സാമ്പത്തിക അച്ചടക്കത്തിലൂടെ സുജാത തന്റെ കടങ്ങൾ പൂർണ്ണമായി വീട്ടി സാമ്പത്തിക ഭദ്രത നേടി. കടങ്ങളിൽ നിന്ന് മുക്തി നേടാൻ 2 വഴികളാണ് പ്രധാനമായും ഉള്ളത്. 1. ചിലവുകൾ നിയന്ത്രിക്കുക. 2. വരുമാനം വർദ്ധിപ്പിക്കുക. ചിലവുകൾ വെട്ടിച്ചുരുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നത്. ചെറിയ സൈഡ് ബിസിനസ്സുകൾ, പാർട്ട് ടൈം ജോലികൾ എന്നിവ വഴി അധിക വരുമാനം ഉണ്ടാക്കി അത് മുഴുവനായി കടമടക്കാൻ ഉപയോഗിക്കുക. ചുരുക്കത്തിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. അതിന് അർപ്പണബോധവും കഠിനാധ്വാനവും നമ്മുടെ ചെലവാക്കൽ ശീലങ്ങളിൽ മാറ്റം വരുത്താനുള്ള മനസ്സും ആവശ്യമാണ്. എനിക്ക് ഈ കടബാധ്യതകളിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം ആദ്യമായി നിങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് മുൻഗണന നൽകുക.
ഇന്ന് തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് തയ്യാറാക്കി തുടങ്ങുക. കടമില്ലാത്ത ഒരു നല്ല നാളേക്കായി മുന്നേറുക. സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണയായി കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഭക്ഷണവും കളിക്കോപ്പുകളും ഒക്കെ നൽകാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അവരുടെ ഭാവി ശരിക്കും സുരക്ഷിതമാക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പണം എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണം, അല്ലെങ്കിൽ ബഡ്ജറ്റിംഗ്. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കാൻ പല മാതാപിതാക്കൾക്കും മടിയാണ്. എന്നാൽ ചെറുപ്പത്തിലെ തന്നെ പണത്തിന്റെ മൂല്യം പഠിപ്പിച്ചില്ലെങ്കിൽ വളരുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ അവർക്ക് നേരിടേണ്ടി വരും. കുട്ടികളെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ബഡ്ജറ്റിംഗ് പഠിപ്പിക്കാം എന്ന് നോക്കാം. ആദ്യമായി കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒരു ചെറിയ പോക്കറ്റ് മണി നൽകി തുടങ്ങാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടുജോലികൾ ചെയ്യുന്നതിനുള്ള കൂലിയായിട്ടാവരുത് ഈ തുക നൽകുന്നത്. പകരം പണം കൈകാര്യം ചെയ്യാൻ പഠിക്കാനുള്ള ഒരു പരിശീലന തുക ആയിരിക്കണം ഇത്. ഉദാഹരണത്തിന് ആഴ്ചയിലോ മാസത്തിലോ ഒരു കൃത്യമായ തുക അവർക്ക് നൽകുക. സ്വന്തമായി പണം കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തം മനസ്സിലാകൂ. ചിലപ്പോൾ അവർ തെറ്റായ കാര്യങ്ങൾക്ക് പണം ചെലവാക്കിയേക്കാം. എന്നാൽ ആ അനുഭവങ്ങളിലൂടെയാണ് അവർ ശരിയായ പാഠം പഠിക്കുന്നത്. കുട്ടികൾക്ക് ഒരു 8 or 10 വയസ്സാകുമ്പോൾ അവരെ ബഡ്ജറ്റിംഗിന്റെ പ്രധാന നിയമങ്ങൾ പഠിപ്പിക്കാം. അതായത് കിട്ടുന്ന പോക്കറ്റ് മണി മുഴുവൻ ഒരേ കാര്യത്തിന് ചെലവാക്കാതെ അത് തിരിക്കാൻ പഠിപ്പിക്കുക. നമുക്ക് ഇതിനൊരു ലളിതമായ ഫോർമുല ഉപയോഗിക്കാം. ഒന്നാമത്, സമ്പാദ്യം. കിട്ടുന്ന തുകയുടെ പകുതി ഒരു കുടുക്കയിലോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലോ മാറ്റിവെക്കുക. ഭാവിയിലെ വലിയ ആവശ്യങ്ങൾക്ക് ഇത് ഉപകരിക്കും. രണ്ടാമത്, ദാനം അല്ലെങ്കിൽ സഹായം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് വളർത്താൻ 10% തുക മാറ്റിവെക്കാം. പെരുന്നാളിനോ ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ നിർധനരായ കൂട്ടുകാർക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകാനോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ ഇത് ഉപയോഗിക്കാം. മൂന്നാമത്, ആവശ്യങ്ങൾ. പേന, ബുക്ക്, സ്കൂൾ പ്രൊജക്ട് സാധനങ്ങൾ തുടങ്ങിയ സ്വന്തം കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. നാലാമത്, ആഗ്രഹങ്ങൾ. ഐസ്ക്രീം, മിഠായി അല്ലെങ്കിൽ ചെറിയ കളിക്കോപ്പുകൾ വാങ്ങാൻ എന്നിവയ്ക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ വിഭജിച്ച് ചെലവാക്കാൻ ശീലിക്കുമ്പോൾ അവർക്ക് ചെറുപ്പത്തിലെ തന്നെ സാമ്പത്തിക അച്ചടക്കം ലഭിക്കും. കുട്ടികൾ പണം ചെലവാക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ തെറ്റുകൾ അവരെ പണത്തിന്റെ മൂല്യം പഠിപ്പിക്കും. ഇതിനൊരു നല്ല ഉദാഹരണം പറയാം. നമ്മൾ പെരുന്നാളിനോ വിഷുവിനോ കുട്ടികൾക്ക് കൈനീട്ടം അല്ലെങ്കിൽ പെരുന്നാൾ സമ്മാനം കൊടുക്കാറുണ്ടല്ലോ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന രാഹുൽ എന്ന കുട്ടിക്ക് കിട്ടിയ പണം മുഴുവൻ അവൻ അന്നു തന്നെ വലിയൊരു പ്ലാസ്റ്റിക് കളിക്കോപ്പ് വാങ്ങി തീർത്തു എന്ന് കരുതുക. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കളിപ്പാട്ടം കേടായി. പിന്നീട് കൂട്ടുകാരോടൊപ്പം പാർക്കിൽ പോയപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ അവന്റെ കയ്യിൽ പണമില്ലാതായി. ഇവിടെ മാതാപിതാക്കൾ അവനെ വഴക്കു പറയുന്നതിനു പകരം പണം മുഴുവൻ പെട്ടെന്ന് ചെലവാക്കിയതുകൊണ്ടാണ് ഐസ്ക്രീം വാങ്ങാൻ കഴിയാതെ പോയതെന്ന് ശാന്തമായി മനസ്സിലാക്കി കൊടുക്കുക. ഈ ഒരു അനുഭവം അടുത്ത തവണ ചിന്തിച്ചു മാത്രം പണം ചെലവാക്കാൻ അവനെ പഠിപ്പിക്കും. കുട്ടികൾ കുറച്ചുകൂടി മുതിരുമ്പോൾ വീടിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കാം. ഉദാഹരണത്തിന്, കടയിൽ പോകുമ്പോൾ വാങ്ങേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ അവരെ ചുമതലപ്പെടുത്താം. ബ്രാൻഡഡ് സാധനങ്ങളും സാധാരണ സാധനങ്ങളും തമ്മിലുള്ള വില വ്യത്യാസം അവർക്ക് കാണിച്ചു കൊടുക്കാം. ആവശ്യങ്ങൾ ഏതാണ്, ആഗ്രഹങ്ങൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ ഇത് അവരെ സഹായിക്കും. അതുപോലെ പെരുന്നാളിനോ ഓണത്തിനോ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരു നിശ്ചിത ബഡ്ജറ്റ് അവർക്ക് നൽകി അതിനുള്ളിൽ നിൽക്കുന്ന ഡ്രസ്സ് തിരഞ്ഞെടുക്കാൻ പറയുക. ഇത് അവരിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും സ്വാതന്ത്ര്യവും വളർത്തും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, കുട്ടികളെ പണം മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതെ, എന്നാൽ ശരിയായ വഴി കാണിച്ച് മാർഗനിർദ്ദേശം നൽകുക. ചെറുപ്പത്തിലെ തന്നെ ബഡ്ജറ്റിംഗ് പഠിക്കുന്ന കുട്ടികൾ ഭാവിയിൽ സാമ്പത്തികമായി ഉത്തരവാദിത്തമുള്ള, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള വ്യക്തികളായി മാറും. കൂട്ടുകാരെ, മാസാദ്യം വളരെ ആവേശത്തോടെ ഡയറിയോ എക്സൽ ഷീറ്റോ ഒക്കെ എടുത്ത് നമ്മൾ കൃത്യമായി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യും. എന്നാൽ മാസം പകുതിയാകുമ്പോഴേക്കും പ്രതീക്ഷിക്കാത്ത ചില ചിലവുകൾ വരുന്നു. ഒടുവിൽ
ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ബഡ്ജറ്റിംഗ് അവിടെ ഉപേക്ഷിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ നിങ്ങൾ എപ്പോഴെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. സാമ്പത്തിക പ്ലാനിംഗ് നടത്തുന്ന 90% ആളുകളും അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബഡ്ജറ്റിംഗ് മടുത്ത് ഉപേക്ഷിക്കാൻ തോന്നുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാം എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യം ബഡ്ജറ്റിംഗ് മടുക്കുന്നത് നിങ്ങളുടെ തെറ്റല്ല എന്നതാണ്. വഴിയിൽ വെച്ച് ബൈക്ക് പണിമുടക്കുമ്പോഴോ വീട്ടിൽ പെട്ടെന്നൊരു വിശേഷം വരുമ്പോഴോ ഒക്കെ നമ്മൾ വിചാരിച്ച ബഡ്ജറ്റ് തെറ്റാം. സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കാൻ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലെ പെരുന്നാളിനും ഉത്സവത്തിനും ചെലവഴിക്കുമ്പോഴോ ഒക്കെ ബഡ്ജറ്റിലെ കണക്കുകൾ മാറി മറിയാം. ഇത്തരം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ വരുമ്പോൾ ബഡ്ജറ്റ് തന്നെ വേണ്ടെന്ന് വെക്കാൻ തോന്നുന്നത് സ്വാഭാവികമാണ്. മറ്റൊരു പ്രധാന കാര്യം ബഡ്ജറ്റിംഗിൽ 100% കൃത്യത വേണം എന്ന വാശിയാണ്. ഒരു പൈസ പോലും കണക്കിൽ തെറ്റാൻ പാടില്ല എന്ന് വിചാരിച്ചാൽ അത് വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും. ജീവിതം എപ്പോഴും ഒരേപോലെ അല്ല മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് ചെറിയ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് സ്വാഭാവികമായി എടുക്കുക. കണക്കുകൾ പൂർണ്ണമല്ലെങ്കിലും പ്ലാനിംഗ് തുടരുകയാണ് പ്രധാനം. ബഡ്ജറ്റിംഗ് തോറ്റുപോകാതിരിക്കാൻ ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്, ഇളവുകളില്ലാത്ത ബഡ്ജറ്റ്. കയ്യിലുള്ള എല്ലാ പണവും കൃത്യമായ ഓരോ ആവശ്യങ്ങൾക്ക് മാറ്റിവെച്ച് വിനോദങ്ങൾക്കോ ചെറിയ ആഗ്രഹങ്ങൾക്കോ പണം മാറ്റിവെക്കാതിരുന്നാൽ ബഡ്ജറ്റ് വേഗത്തിൽ മടുക്കും. മാസം ഒന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനോ സിനിമ കാണാനോ ഉള്ള തുക ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തുക. രണ്ടാമത്, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ മാസം വീട്ടാവശ്യങ്ങൾക്ക് 15,000 രൂപ ചെലവായ സ്ഥാനത്ത് അടുത്ത മാസം അത് ഒറ്റയടിക്ക് 5,000 രൂപയാക്കി കുറയ്ക്കാൻ ശ്രമിച്ചാൽ നിരാശയായിരിക്കും ഫലം. നമ്മുടെ മുൻകാല ചെലവുകൾ വിലയിരുത്തി പ്രായോഗികമായ ലക്ഷ്യങ്ങൾ മാത്രം വെക്കുക. മൂന്നാമത്, പെട്ടെന്നുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക ശീലങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ കഴിയില്ല. ചെറിയ മാറ്റങ്ങളിലൂടെ വേണം വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ. ചുരുക്കത്തിൽ, ബഡ്ജറ്റ് എന്നത് നമ്മളെ തളച്ചിടാനുള്ള ഒരു ചട്ടക്കൂടല്ല, മറിച്ച് നമ്മുടെ പണത്തെ ശരിയായ വഴിയിലൂടെ നയിക്കുവാനുള്ള ഒരു വഴികാട്ടിയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന ഫ്ലെക്സിബിൾ ബഡ്ജറ്റിംഗ് രീതികൾ സ്വീകരിക്കുക. തടസ്സങ്ങൾ വരുമ്പോൾ ബഡ്ജറ്റിംഗ് ഉപേക്ഷിക്കാതെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക. പലരും വിചാരിക്കുന്നത് ബഡ്ജറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും കെട്ടിപ്പൂട്ടി വെക്കുക എന്നാണ്. സുഹൃത്തുക്കളുമായി തട്ടുകടയിൽ കയറി ചായ കുടിക്കുന്നതോ കുടുംബവുമൊത്ത് ഒരു സിനിമയ്ക്ക് പോകുന്നതോ ഒക്കെ ഉപേക്ഷിക്കണം എന്നാണോ ബഡ്ജറ്റിംഗ് പറയുന്നത്? ഒരിക്കലുമല്ല. ബഡ്ജറ്റിംഗ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്ന ഒന്നാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഓണത്തിന് കുടുംബത്തോടൊപ്പം വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ പദ്ധതിയിടുന്നു എന്ന് കരുതുക. യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പോയി ക്രെഡിറ്റ് കാർഡിൽ നിന്ന് കാശ് ചെലവാക്കിയാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ കടമോർത്ത് മനസ്സമാധാനം പോകും. എന്നാൽ ഓരോ മാസവും ചെറിയൊരു തുക ഈ ട്രിപ്പിനായി മാറ്റിവെച്ച് കൃത്യമായി ചെലവഴിച്ചാലോ യാതൊരു മനസ്താപവും ഇല്ലാതെ നിങ്ങൾക്ക് ആ യാത്ര ആസ്വദിക്കാം. നിങ്ങളുടെ മുൻഗണനകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് പണത്തെ അതിനായി നിയോഗിക്കുന്നതാണ് ബഡ്ജറ്റിംഗ്. നിങ്ങളുടെ പണത്തിന്റെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കും. ആലോചിച്ചിരുന്നാൽ മാത്രം കാര്യമില്ല, പ്രവർത്തിക്കണം. നിങ്ങൾ ഇതുവരെ കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയം ഇപ്പോഴാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം ക്ഷമ ആണ്. നമ്മൾ ഒരു തെങ്ങ് നട്ടാൽ പിറ്റേ ദിവസം തേങ്ങ കിട്ടില്ലല്ലോ. അതിന് അതിൻ്റെതായ സമയം വേണം. അതുപോലെ തന്നെയാണ് സാമ്പത്തിക ലക്ഷ്യങ്ങളും. സ്വന്തമായി ഒരു വീട് വയ്ക്കുക, ഒരു കാർ വാങ്ങുക, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി സമ്പാദിക്കുക, ഇവയൊന്നും ഒരൊറ്റ രാത്രി കൊണ്ട് നടക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത് ചെറിയ ചുവടുവെപ്പുകളിൽ നിന്നാണ്. ദിവസവും അനാവശ്യമായി ചെലവാക്കുന്ന 50 100 രൂപ മാറ്റിവെക്കാൻ തുടങ്ങുന്നത് പോലും ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയൊരു തുകയായി മാറും. പലപ്പോഴും ബഡ്ജറ്റ് ഇട്ട് മുന്നോട്ടു പോകുമ്പോൾ ചില മാസങ്ങളിൽ അപ്രതീക്ഷിത ചിലവുകൾ വരാം. ഉദാഹരണത്തിന്, വീട്ടിലെ ബൈക്ക് പെട്ടെന്ന് പണിമുടക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു കല്യാണം വന്ന് വലിയൊരു തുക സമ്മാനമായി നൽകേണ്ടി വരുന്നു. ഇതോടെ പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് തെറ്റാം. ഇത്തരം സന്ദർഭങ്ങളിൽ
നിരാശ തോന്നി ബഡ്ജറ്റിംഗ് ഉപേക്ഷിക്കാൻ തോന്നാം. എന്നാൽ അവിടെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. ബഡ്ജറ്റ് പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആ പ്രക്രിയ തുടരുക. സ്ഥിരതയോടെ മുന്നോട്ടു പോയാൽ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളിലേക്ക് നയിക്കും. ഭാവിയിൽ കടബാധ്യതകൾ ഒന്നുമില്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്ന ആ സന്തോഷകരമായ നിമിഷം മനസ്സിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ എന്തുമായിരുന്നോട്ടെ, വലിയ കടബാധ്യതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാകാം. എന്നാൽ നിങ്ങളുടെ നാളത്തെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഇന്ന് നിങ്ങളുടെ കൈകളിൽ മാത്രമാണുള്ളത്. കടങ്ങളെക്കുറിച്ചുള്ള ഭയവും മാനസിക സമ്മർദ്ദവും ദൂരേക്ക് എറിഞ്ഞു കളയുക. ബഡ്ജറ്റിംഗ് എന്ന ലളിതമായ ശീലം വഴി നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജെസ്സി മെക്കം എഴുതിയ യു നീഡ് എ ബഡ്ജറ്റ് എന്ന പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു പുസ്തകത്തിന്റെ സമ്മറിയുമായി കാണും വരേക്കും എല്ലാവർക്കും ബൈ ബൈ.